ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ വീണ തൈക്കണ്ടിയിൽ ഹവാല ഇടപാട് കോടികൾ നടത്തി. ഏകദേശം എത്രയാ 3.49 ലക്ഷം ദിർഹം, എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 20 കോടിയിലധികം രൂപ ഹവാല ഇടപാട് നടത്തി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം ലീഗിനാണെങ്കിലും അതോടൊപ്പം കോൺഗ്രസ്സിനാണെങ്കിലും ഇതൊരു ചാകരക്കാലമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അധികം കോൺഗ്രസ് നേതാക്കന്മാരാരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലുതായി ഈ റെയ്ഡിനെ കുറിച്ച് പ്രതികരിക്കുക ഷോൺ ജോർജ് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. വേറെ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണോ നമ്മുടെ സംസ്ഥാനത്ത് ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പിടിയിലായ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായിയും അദ്ദേഹത്തിൻ്റെ കിടപ്പറയിൽ പോലും മുട്ടാതെ കയറി ചെല്ലാനുള്ള യോഗ്യതയുമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഹുസൈൻ എന്ന് പറഞ്ഞ്. അപ്പം ഹുസൈൻ മുസാഫിർ എന്ന സാമൂഹ്യ പെൻനെയിമോടുകൂടി അറിയപ്പെടുന്ന അദ്ദേഹം 1/2 കിലോയോളം വരുന്ന MDMA കടത്തിലേക്കും ഹവാല ഇടപാടിൻ്റെയൊക്കെ മുഖ്യ കണ്ണിയാണ്. അപ്പോൾ അതായത് ഹവാല ഇടപാടുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് നടത്തുകയും അതോടൊപ്പം നിരന്തരം വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ പോയി സന്ദർശിക്കുകയും ചെയ്ത് തൻ്റെ വിപണന ബിസിനസ് ശൃംഖല വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ഹുസൈൻ മുസാഫിർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരൻ. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉരുട്ടി അവൻ്റെ വായിൽ വെച്ച് കൊടുക്കും, അത്ര സ്നേഹമുള്ള 2 പേർ. അപ്പോൾ സ്വാഭാവികമായും വീണ തൈക്കണ്ടിയിലിനെ ക്രൂശിക്കാൻ ഇറങ്ങിയ എന്തുകൊണ്ടായിരിക്കാം? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനോടുള്ള വൈരാഗ്യം, വ്യക്തിവൈരാഗ്യം. പിണറായി വിജയൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ ദേശീയ അതായത് പിന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിനോടും BJPയോടും പുലർത്തിപ്പോകുന്ന ചില നയങ്ങളുടെ അതോടൊപ്പം തന്നെ ചില സമരങ്ങളുടെ കട്ടിയായ ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതേസമയം അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒന്നും തൊടില്ല അവർ. കാരണം എന്താണ്? PMAY പ്രകാരമുള്ള ഇത് പതിപ്പിക്കാം, ലീഗുകാർ തീരുമാനിച്ചു. PMAY പ്രകാരം ലഭിക്കുന്ന വീടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലോഗോ പതിപ്പിക്കാം, ഒരു കുഴപ്പമില്ല, അത് ഞങ്ങൾ തയ്യാർ എന്നിവിടെ 2 കൈകളും ഉയർത്തി മേലോട്ട് റേഞ്ച് റോവറിൽ നടക്കുന്ന KM ഷാജി എന്ന് പറയുന്ന മന്ത്രി ഓക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിനും ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ PM ശ്രീ പദ്ധതിയുമായി ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. അതാരാണെന്ന് ചോദിച്ചാൽ ലീഗ് മന്ത്രിയാണ്. ആരാണ് ലീഗ് മന്ത്രി? നമുക്കറിയാം, ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പുള്ളിയും തയ്യാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാണ്. കേന്ദ്രവുമായി അനുനയത്തിൽ സഞ്ചരിക്കാൻ എല്ലാവരും തയ്യാറാണ്. രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ DGPയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടെങ്കിൽ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് ലോക് ഭവനിലേക്ക് വിളിപ്പിച്ചു. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല, ആരും അറിയാതെ ഈ 2 പേരുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ആർലേക്കറെ കാണാനായി പോയത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശരിക്കും പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയോട് ചോദിച്ച് ഈ പറയുന്ന അങ്ങനെ ഒരാൾ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ പ്രോട്ടോകോൾ അനുസരിച്ച് ഇദ്ദേഹം നേരെ വന്നിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ചോദിക്കണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയോട് ചോദിച്ച് പെർമിഷൻ എടുത്തിട്ട് മാത്രമേ അവിടേക്ക് പോകാൻ പാടുള്ളൂ. ലോക് ഭവനിൽ ഗവർണറിൽ ആര് വിളിപ്പിച്ചെന്ന് പറഞ്ഞാലും അതതിൻ്റെ പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതുപോലും ലംഘിച്ചിട്ട് പോലും ആർക്കും ഒരു അക്ഷരം മിണ്ടാനോ ഉരിയാടാനോ ഇല്ല. എന്തുകൊണ്ടായിരിക്കാം? സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. റോജി എം ജോൺ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി. മോഹൻ കുന്നുമലിനെതിരെ ശക്തമായി ഇവിടുത്തെ SFIക്കാർ പിള്ളേർ പ്രതിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഒരു രാഷ്ട്രീയ പരിപാടികളിലും VCമാർ പങ്കെടുക്കരുത്. പക്ഷേ റോജി എം ജോൺ നല്ലൊരു കാര്യം ചെയ്തു. ആരും മിണ്ടണ്ട, അല്ലെങ്കിൽ ആരും തൻ്റെ നേർക്ക് കുതിര കയറാൻ വരണ്ട, പ്രത്യേകിച്ച് സംഘപരിവാറുകാർ. കാരണം ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ RSS എന്നോ സംഘപരിവാർ രാഷ്ട്രീയ പാർട്ടിയെന്നോ എന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വലിയ വായിൽ വിളിച്ചോതുന്നതിന് തുല്യമായ പ്രസ്താവന. എന്തുകൊണ്ടാണ് റോജി എം ജോണിന് സധൈര്യം പറയാൻ കഴിവില്ലായിരുന്നോ ഇവിടെ BJP RSS പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന്? മലയാള സർവകലാശാലയുടെയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും VCമാർ മോഹൻ ഭഗവത് പങ്കെടുത്ത ചടങ്ങിലേക്ക് പോയപ്പോൾ എന്തേ മിണ്ടാതിരുന്നത്? മിണ്ടാനോ ഉരിയാടാനോ ഇല്ലാതെ ഇരുന്ന് പോയവരല്ലേ ഈ മന്ത്രി? എന്നിട്ടിപ്പോൾ ആരുടെ മുഖം രക്ഷിച്ചെടുക്കാൻ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നത്? അപ്പോൾ ചില കാര്യങ്ങളുണ്ടെന്നേ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അനുയായി ഹുസൈൻ മുസാഫിർ ഹവാല ഇടപാടുകാരനാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു.
ഇപ്പോൾ എന്നിട്ടും ക്രൂശിക്കപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം വീണ തൈക്കണ്ടിയിൽ തന്നെയാണ്. കാരണം വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കടക്കം, വലതുപക്ഷ മാധ്യമങ്ങൾക്കടക്കം വല്ലാത്ത ഒരു താല്പര്യമുണ്ട്. മുഹമ്മദ് റിയാസിനോട് അവർക്ക് അന്നേ പുച്ഛവും ബഹുമാനക്കുറവുമുണ്ട്. വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്താലും അത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ തെറ്റാണ്, വലിയ അക്ഷന്തവ്യമായ അപരാധമാണ്. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ വേറൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളേ അല്ല. ഇവിടെ സംഘപരിവാറിന് വേണ്ടി വഴിവെട്ടി കൊടുക്കുന്നതൊന്നും ഒരു കാരണം ഒരു പ്രശ്നമില്ല. ഇവിടെ ചില സാമൂഹ്യ മാധ്യമങ്ങൾ, അതായത് യൂട്യൂബ് ചാനലുകൾ വി.ഡി. സതീശനെ വാഴ്ത്തുന്നതിൻ്റെ തിരക്കിലാണ്, കോൺഗ്രസ് സർക്കാരിനെ അങ്ങ് വാനോളം പുകഴ്ത്തുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോഴും ഇതൊന്നും അല്ലെങ്കിൽ മറ്റൊന്നും കാണാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലരെങ്കിലും സത്യം വിളിച്ച് പറയണ്ടേ? കെ.ടി. ജലീൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. കെ.ടി. ജലീൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം എന്താ, പിന്നെ ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലീഗിൽ നിന്ന് വഴിമാറി വന്ന ഒരാളാണ്. ലീഗിൽ നിന്ന് ഇപ്പോൾ CPM അനുഭാവിയായി അല്ലെങ്കിൽ CPM പ്രവർത്തകനായി അംഗത്വം എടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ലീഗ് ഏതറ്റം വരെ ഓടുമെന്നും ഇതിന് അകത്തുള്ള അണിയറ കഥകൾ എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായി അറിയാവുന്ന ഒരാൾ ജലീൽ തന്നെയാണ്. അപ്പോൾ ജലീൽ പറയുന്നൊരു കാര്യം ഇതാണ്: 85 ലക്ഷം ഹവാല ഇടപാടെന്നത് 85 കോടി എന്ന് ED പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഞ്ച് കിട്ടിയേനെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഈ ലീഗ് MLA-മാരുടെ വീടുകൾ പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 100 കോടിയുടെ ഹവാല ബിസിനസ്സിൻ്റെ രേഖകൾ കിട്ടും. അപ്പോൾ ലീഗിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലീഗിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പോൾ ലീഗ് MLA-മാരുടെയൊക്കെ വീടുകൾ പരിശോധിച്ചാൽ ഈ പറയുന്ന 85 ലക്ഷമല്ല, അതിനപ്പുറം 100 കോടിയുടെ വരെ ഹവാല ഇടപാടുകളുടെ രേഖകൾ കിട്ടും എന്നുള്ളതാണ്. ഇതിപ്പോൾ പറ്റേ കുറഞ്ഞല്ലോ ED, നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഖുറാനിലെ സ്വർണ്ണക്കടത്ത് ആരോപിച്ച് പത്രദൃശ്യ മാധ്യമങ്ങളും എനിക്കെതിരെ പ്രചരിപ്പിച്ചതൊക്കെ പെട്ടെന്ന് മറന്നോ? അല്ലേ, സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് വന്ന് വെളിവെട്ടമില്ലാതെ എന്തൊക്കെയോ വിളിച്ച് കൂവിയപ്പോൾ അതിൻ്റെ പിന്നാലെ ED പാഞ്ഞിരുന്നു. ഖുറാനിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൻ്റെ കുരുവിന് പകരം സ്വർണ്ണക്കുരു വെച്ച്, എന്തൊക്കെയായിരുന്നു ഇവിടെ പുകില്. കെ.ടി. ജലീൽ വലിയ കുറ്റക്കാരനായി മാറുന്നു. കെ.ടി. ജലീൽ സ്വർണം കടത്തി, ഖുറാനകത്ത് സ്വർണം കടത്തി എന്ന് വരെ പറഞ്ഞു. ഈ രീതിയിലൊക്കെ ആയിരുന്നു ഇവിടെ നടത്തിയ പ്രചരണം. അതിനെല്ലാം ജലീൽ ചോദ്യം ചെയ്യുകയാണ്. ഖുറാനിനൊപ്പം സ്വർണം കയറ്റിയ വണ്ടി MC റോഡ് വഴി ആദ്യം പെരുമ്പാവൂരിലെത്തി, അവിടെ കുറച്ച് പാക്കറ്റുകൾ ഇറക്കി. സ്വർണ്ണക്കട്ടികൾ കയറ്റിയ വണ്ടി തൃശ്ശൂരെത്തിയപ്പോൾ GPS ബോധപൂർവം കേടുവരുത്തി. പിന്നെ വണ്ടി നേരെ ബാംഗ്ലൂരിലേക്ക് പോയി, അവിടെ വെച്ച് സ്വർണ്ണക്കട്ടികൾ കോടികൾക്ക് വിറ്റു. ഇത് സ്വപ്ന സുരേഷിൻ്റെ ട്രിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു രാത്രി കൊണ്ട് സ്വപ്ന സുരേഷ് അതിർത്തി കടന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ എന്തൊക്കെ ചില പത്രങ്ങൾ വണ്ടിയുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ കൊടുത്താണ് ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കി ഈ നുണക്കഥ പ്രചരിപ്പിച്ചത്. ഖുറാൻ കോപ്പികൾ കൊണ്ടുപോയ വണ്ടിയുടെ GPS NIA പരിശോധിക്കാൻ വരുന്നത് വരെ അന്ന് വാർത്തയായി. NIAയുടെ തലയ്ക്ക് വെളിവില്ലായ്മ അന്നാണ് NIAയുടെ തലയ്ക്കുള്ള വെളിവില്ലായ്മ അന്നാണ് എനിക്ക് ബോധ്യമായത്. എന്നിട്ട് അവസാനം എന്തായി? കുന്തായി. വീണയ്ക്കെതിരായ കള്ളക്കഥകൾക്കും അല്പായുസയുണ്ടാകും. ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിന് ഒരതിര് വേണം, അല്ല പിന്നെ. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിയിലുമാണ്. മാധ്യമങ്ങളിൽ ഇട്ട് കുടഞ്ഞു വിരിക്കുകയാണ് വീണ തൈക്കണ്ടിയിലിനെ. സത്യത്തിൽ വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഉദ്വേഗം. സ്വപ്ന സുരേഷ് എവിടെ? ഈ നയതന്ത്ര ചാനൽ വഴി കോൺസുലേറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയ സ്വപ്ന സുരേഷ് എവിടെയാണ്? ആ സ്വപ്ന സുരേഷ് പറയുന്നത് വേദവാക്യമാക്കി എടുത്തുകൊണ്ട് കേരളത്തിൽ എന്തെല്ലാം പുകിലുകളാണ് വരുത്തിയത്. ഇവിടെ ED വന്നു, NIA വന്ന് അന്വേഷണം നടത്തി. എന്നിട്ട് എന്തായി എന്നാണ് ചോദിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പോ തുരുമ്പോ കണ്ടെത്താൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആയിരുന്നു അന്ന് സ്വർണ്ണക്കടത്ത് ബിരിയാണി ചെമ്പിൽ ക്ലിഫ് ഹൗസിലേക്ക് സ്വർണ്ണ കടത്തി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ബിരിയാണി ചെമ്പ് ഇവിടെ? ബിരിയാണി ചെമ്പിൽ നിന്ന് ഒരു തരി സ്വർണ്ണമെങ്കിലും കണ്ടെടുക്കാൻ EDക്കോ NIAക്കോ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു പുകില് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 2021 സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ നമുക്ക് പറയാമല്ലോ, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്തും CPMകാരൊന്നുമല്ല, BJP ഭരിച്ചുകൊണ്ടിരുന്നത്. BJPയുടെ EDയും BJPയുടെ NIAയുമായിരുന്നു ഇവിടെ വന്ന് അന്വേഷണം നടത്തിയത്. എന്നിട്ട് എന്തായി ആണ് പറഞ്ഞത്? ജലീൽ പറയുന്നത് കുന്തായി. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി നമ്മൾ ആലോചിച്ച് നോക്കി. ജലീൽ പറഞ്ഞതിനെയും കെ.ടി. ജലീൽ പറഞ്ഞിരിക്കുന്ന 100 കോടിയിലധികം രൂപയുടെ ഹവാല ഇടപാട് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിലവിൽ ജലീൽ പറയുന്നതനുസരിച്ച് നോക്കിയാൽ അവിടെ അങ്ങനെ ഹവാല ഇടപാടുകൾ ലീഗ് MLA-മാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം,
ഇനിയിപ്പോൾ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ സംഘപരിവാരം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും റാൻ മൂളി ഒപ്പം നിൽക്കുന്നത് എന്നൊരു മറുചോദ്യവുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ച് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഹവാല ഇടപാട് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് വീണ തൈക്കണ്ടിയിലാണോ, അതല്ല ഇനിയും മറിച്ച് ലീഗിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരാണോ, അല്ലെങ്കിൽ യൂത്ത് ലീഗിലെ പ്രമുഖന്മാരാണോ കോൺഗ്രസിനോട് ഒപ്പം ചേർന്ന് നിൽക്കുകയാണെന്ന് കരുതി സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന ചില ഹുസൈൻ മുസാഫിർമാരാണോ എന്നുള്ള കാര്യം.